അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സിഹിർ ഏറ്റിട്ടുണ്ടോ, കണ്ണേർ ഏറ്റിട്ടുണ്ടോ, ഇതിനൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിഹിർ ഏറ്റിട്ടുണ്ടോ, കണ്ണേർ ഏറ്റിട്ടുണ്ടോ നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ആലിമീങ്ങളായിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന പണ്ഡിതന്മാരോട് സമീപിച്ചേ മതിയാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിഹറോ കണ്ണേറോ ഒക്കെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ചില ബാഹ്യമായിട്ടുള്ള അടയാളങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കറിയാം, ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവും. അതായത് താരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സിഹിർ ഇല്ലല്ലോ, സിഹിർ എന്ന് പറയുന്നതേ ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ സിഹിർ ഇല്ല എന്ന് ആരാണ് പറഞ്ഞത്? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ ആസിം എന്ന് പറയുന്ന ഒരാൾ സിഹിർ ചെയ്ത കഥ നമ്മുടെ മദ്രസ ബുക്കുകളിൽ, സുന്നി മദ്രസ ബുക്കുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ മുത്തുനബിയുടെ കഥകൾ അറിയാത്ത, മുത്തുനബിയിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഈ ഒരു സിഹർ ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത്. സിഹർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അത് വൻ ദോഷങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ സിഹർ ഇല്ല എന്നൊരിക്കലും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യനിഷേധികളായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഹർ എന്ന് പറയുന്ന ഒരു ഇത് ഉള്ള കാര്യമാണ്. അപ്പോൾ സുന്നികളിൽ അത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളതിൽ എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് സിഹർ ഏറ്റാലുള്ള അടയാളങ്ങളെന്ന് നോക്കാം. ഒന്നാമത് നമുക്ക് വിട്ടുമാറാത്ത തലവേദന ഉണ്ടാകും കേട്ടോ. എപ്പോഴും തലവേദന, ഇങ്ങനെ എപ്പോഴും അത് കാരണമില്ലാതെ എപ്പോഴും തലവേദന എടുക്കും. ഇതൊന്നാമത്തെ ഒരു ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തലവേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും മാറൂല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനും കഴിയില്ല. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് സിഹറോ കണ്ണേറോ അതിൽ ഏതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും കൈ കാല് വെറുതെ പുറം അങ്ങനെയൊക്കെ വെറുതെ കാര്യമില്ലാതെ വേദന, അതിൻ്റെതും ഡോക്ടർമാർക്ക് പോയാലും മനസ്സിലാവില്ല. പിന്നെ അടുത്തതെന്ന് പറയണത് നമുക്ക് ഉറക്കില്ലായ്മ എന്നുള്ളതാണ്. അതായത് ഉറങ്ങാൻ കഴിയില്ല. ഇനി ഉറക്കുന്ന ചിലപ്പോൾ ഞെട്ടി എണീക്കും, ദുസ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട്, കാണാൻ പാടില്ലാത്ത ദുസ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉറക്കില്ലായ്മ, ഉറക്കം വരുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സിഹറിൻ്റെയോ കണ്ണീറിൻ്റെയോ ഒക്കെ ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോട് നമുക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയുന്നില്ല. അതായത് എപ്പോഴും നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സമയങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്ത് പറഞ്ഞാലും ദേഷ്യം വരും. നല്ല രീതിയിലേ പെരുമാറാൻ കഴിയില്ല. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് സിഹറോ കണ്ണേറോ എന്തോ എന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ വലിയ പണ്ഡിതന്മാരെയൊക്കെ സമീപിക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. എന്നാൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു സിഹറിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ അതുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ ബാത്തിലാക്കാനുള്ള മരുന്നുകൾ, ആത്മീയ ഒറ്റമൂലികളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു മനുഷ്യൻ തന്നെ ആവും. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരും തൊട്ടും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.